ഹായ് ഓൾ 2024 ഡിസംബർ 25-നായിരുന്നു മലയാള സാഹിത്യകാരനായിട്ടുള്ള MT വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി വരുന്ന PSC പരീക്ഷകൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അദ്ദേഹം സംഭാവന നൽകിയ സാഹിത്യകൃതികളെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമകളെക്കുറിച്ച്, അദ്ദേഹം തിരക്കഥ എഴുതിയതും സംവിധാനം ചെയ്തതുമായുള്ള സിനിമകളെക്കുറിച്ച്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്കിനി വരുന്ന എക്സാമിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും അദ്ദേഹം നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് സിനിമയാണെങ്കിലും അതുപോലെ സാഹിത്യ രചനകളാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വരുന്ന എക്സാമുകൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ ആദ്യം നമുക്ക് പറയാം, MT വാസുദേവൻ നായർ അല്ലെ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയായിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ അല്ലെ. നമ്മൾ MT വാസുദേവൻ നായർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണെന്ത്? മാടത്ത് തെക്കേപ്പാടത്ത്. ഓക്കെ, തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ. ഓക്കെ, MT എന്ന് പറയുമ്പോൾ മാടത്ത് തെക്കേപ്പാട്ട്. ചിലപ്പം ചോദിക്കാം കേട്ടോ, മാടത്ത് തെക്കേപ്പാട്ട് എന്നാണ് MTയുടെ പൂർണ്ണരൂപം. എന്ന MT വാസുദേവൻ നായർ ജനനം 1933 ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ്. ഓക്കെ, കുടലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിലെ കുടലൂരിലാണ് MT വാസുദേവൻ നായർ ജനിക്കുന്നത്. അദ്ദേഹം മരിച്ചത് 2024 ക്രിസ്മസ് ദിനത്തിലായിരുന്നു, ഡിസംബർ 25. അപ്പോൾ ഇതിൽ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ പൂർണ്ണരൂപം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഓക്കെ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണരൂപം. കൂടല്ലൂരിലാണ് ജനിക്കുന്നത്. മരണം 2024 ഡിസംബർ 25. ആ ഡേറ്റ് നോക്കുക കേട്ടോ, കാരണം ഈ നമ്മുടെ MS സ്വാമിനാഥനൊക്കെ അന്തരിച്ച ദിവസമൊക്കെ ചോദിച്ചിരുന്നു. അപ്പം അതുപോലെ MT വാസുദേവൻ നായരും ആ ഒരു മരിച്ച ദിവസം ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 ഡിസംബർ 25. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രഥമ കേരള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? MT വാസുദേവൻ നായർക്കായിരുന്നു. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. ഓക്കെ, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? MT വാസുദേവൻ നായർക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ആദ്യ നോവലായിരുന്നു പാതിരാവും പകൽ വെളിച്ചവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. MT വാസുദേവൻ നായരുടെ ആദ്യ നോവൽ ഏതാണ്? പാതിരാവും പകൽ വെളിച്ചവും. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് നാലുകെട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആദ്യ നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതിരാവും പകൽ വെളിച്ചവുമാണ്. എന്നാൽ ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് പറയുമ്പോൾ നാലുകെട്ടാണ്, 1958. അപ്പോൾ ആദ്യ നോവല് പാതിരാവും പകൽ വെളിച്ചവും. എന്നാൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? നാലുകെട്ടാണ്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ MT വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ച പുസ്തകങ്ങളാണ് ഏതൊക്കെയാണ്? ഒന്ന്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ, അതുപോലെ നാലുകെട്ട്. ആദ്യമായിട്ട് കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ച അദ്ദേഹത്തിന്റെ നോവലാണ് നാലുകെട്ട്. പിന്നീട് സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ എന്നീ കൃതികൾക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി കേട്ടോ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി MT ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ മുറപ്പെണ്ണ് എന്ന് പറയുന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ചലച്ചിത്ര മേഖലയിലേക്ക് MT വാസുദേവൻ നായർ കടക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരക്കഥ എഴുതിയ ആദ്യ സിനിമയാണ് മുറപ്പെണ്ണ്. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. അപ്പോൾ 1973 സംവിധായകൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നത്. അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണ് നിർമാല്യം
നിർമാല്യം അതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. അപ്പോൾ ആദ്യമായിട്ട് തിരക്കഥ എഴുതിയത് മുറപ്പെണ്ണ് എന്ന് പറയുന്ന ചിത്രമാണ്. എന്നാൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം. 50ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് 4 തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിരക്കഥ എഴുതി മികച്ച തിരക്കഥ എന്ന കാറ്റഗറിയിൽ 4 തവണ എന്ത് ലഭിച്ചിട്ടുണ്ട്? ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ MT വാസുദേവൻ നായർ. അപ്പൊ അദ്ദേഹം സാഹിത്യ മേഖലയിൽ മാത്രമല്ല ചലച്ചിത്ര മേഖലയിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. ആദ്യ തിരക്കഥ എഴുതിയ സിനിമയാണ് മുറപ്പെണ്ണ്. ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ് ഇത് നിർമാല്യം എന്ന് പറയുന്നത്. ആ വർഷം കൂടി നോക്കുക, 73 നിർമാല്യം, 63-64 കാലഘട്ടത്തിലാണ് മുറപ്പെണ്ണ്. കാലം 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. രണ്ടാം മൂഴം 1985 വയലാർ അവാർഡ്, വാനപ്രസ്ഥം, ഓടക്കുഴൽ അവാർഡ് എന്നീ കൃതികൾക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു. 2005 മാതൃഭൂമി പുരസ്കാരവും MT തന്നെയാണ്. അപ്പൊ അദ്ദേഹം നേടിയ കുറച്ച് അവാർഡുകളാണ്. 1958 നമ്മുടെ നാലുകെട്ട് അല്ലെ, അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗോപുരനടയിൽ എന്ന പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട് അല്ലെ, എന്ന നോവലും. അതുപോലെ കാലം അതിനെന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രണ്ടാം മൂഴം അതിന് വയലാർ അവാർഡ്, വാനപ്രസ്ഥം അതിന് ഓടക്കുഴൽ അവാർഡ് എന്നീ കൃതികൾക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാം മൂഴത്തിന് വയലാർ അവാർഡ്, കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി. അപ്പോൾ കാലമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1970. പിന്നെ ഓടക്കുഴൽ അവാർഡും വാനപ്രസ്ഥം എന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് 4 ദേശീയ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലെ. 4 ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം. ഈ 4 ചിത്രമാണ്. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു. 2005 മാതൃഭൂമി പുരസ്കാരം MT തന്നെയാണ്. അപ്പോൾ 85 വയലാർ, 70 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ്, 2005 മാതൃഭൂമി പുരസ്കാരം MT തന്നെയായിരുന്നു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 96 കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി D.Litt ബിരുദം നൽകി. ഓക്കെ, 95 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2005 പത്മഭൂഷൺ നൽകി MTയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയുണ്ടായി. അപ്പോൾ 2005 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. 95 ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 95 1995 MT വാസുദേവൻ നായർക്ക് എന്ത് ലഭിച്ചത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2005 എന്ത് ലഭിച്ചു? 10 വർഷങ്ങൾക്ക് ശേഷം 2005 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 96 എന്താണ്? കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി D.Litt ബിരുദം നൽകി. അപ്പൊ നിങ്ങൾക്ക് നോട്ട് എഴുതുവാണെങ്കിൽ ആ വർഷങ്ങൾ സൂചിപ്പിച്ചിട്ട് എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 93 ജനുവരി 23 മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അതിന്റെ അധ്യക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിട്ടും ആര് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്? MT സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർമാല്യം സാമൂഹിക പ്രാധാന്യമുള്ള കൃതിയാണ്. ഓക്കെ, അപ്പോൾ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പേരിൽ അദ്ദേഹം എന്താണ് ഈ നിളാനദി അഥവാ ഭാരതപ്പുഴ നേരിടുന്ന പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭാരതപ്പുഴ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പ്രധാനമായിട്ടും അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിട്ടുണ്ട്, തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായിട്ടുണ്ട്, അതുപോലെ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിട്ടുണ്ട്, അതുപോലെ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ നിള നേരിടുന്ന പ്രശ്നങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ണാന്തളി പൂക്കളുടെ കാലം, അത് ശ്രദ്ധിക്കുക കേട്ടോ, കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പേരിൽ അദ്ദേഹം എന്താണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ചോദിക്കാം. നിളയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം ഏതാണ്? കണ്ണാന്തളി പൂക്കളുടെ കാലം. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവാരായിരുന്നു? MT ആയിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവാരാണ്? MT ആണ്. ഇത്തവണ ആരാണ്? MK സാനു ആണ് പ്രഥമ. ഇത്തവണത്തെ മൂന്നാമത് കേരള അവാർഡ്സ് ആണ്.
പ്രഥമ കേരള ചോദ്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളാണ് 86-ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മികച്ച ചലച്ചിത്രത്തിനും ദേശീയ പുരസ്കാരം. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 73-ൽ നിർമാല്യം, അല്ലെ, നമ്മൾ രാഷ്ട്രവീര സ്വർണ്ണ പതക്കം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. മികച്ച തിരക്കഥക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ, 90-ൽ ഒരു വടക്കൻ വീരഗാഥ, 92-ൽ കടവ്, 93-ൽ സതയം, 95-ൽ പരിണയം, അല്ലെ, അടുപ്പിച്ചല്ലേ 90, 92, 93, 95. 90-ൽ ഒരു വടക്കൻ വീരഗാഥ, 92-ൽ കടവ്, 93-ൽ സതയം, 95-ൽ പരിണയം. ഇങ്ങനെ 4 ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥ എന്ന് പറയുന്ന കാറ്റഗറിയിൽ സ്ക്രീൻ പ്ലേ, അല്ലെ, എന്ന കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മുടെ മികച്ച സ്ക്രീൻ പ്ലേ ഇത്തവണ ഏതായിരുന്നു? നമ്മുടെ ആട്ടമാണ്, അല്ലെ, ആനന്ദി ഏകർഷിയുടെ ആട്ടം. അതുപോലെ മികച്ച തിരക്കഥക്ക് 4 ദേശീയ പുരസ്കാരം, 90, 92, 93, 95. 5 വർഷത്തിനിടെ 4 പുരസ്കാരം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം 78-ല് ബന്ധനം. ഓക്കെ, അപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ബന്ധനമാണ്, അല്ലെ. അപ്പോൾ 73-ല് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, അത് നിർമാല്യത്തിനാണ്. 78-ൽ എന്താണ്? ബന്ധനം. 5 വർഷങ്ങൾക്ക് ശേഷം കേരള സംസ്ഥാനത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ബന്ധനം എന്ന ചിത്രത്തിന് 78-ൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം വീണ്ടും ലഭിച്ചിട്ടുണ്ട് 91-ൽ കടവ്. മികച്ച തിരക്കഥ മാത്രമല്ല, അല്ലെ, 92-ൽ കടവിന് മികച്ച തിരക്കഥക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം 91 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മികച്ച തിരക്കഥക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 78-ൽ ബന്ധനം. 1978-ല് മികച്ച ചിത്രവും മികച്ച തിരക്കഥയും കേരള സംസ്ഥാനത്ത് ഏതായിരുന്നു? ബന്ധനം എന്ന് പറയുന്ന എം ടിയുടെ ചിത്രമായിരുന്നു. ഇനി മികച്ച തിരക്കഥക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 2009-ല് കേരള വർമ്മ പഴശ്ശിരാജ. അപ്പോൾ തിരക്കഥക്ക് കേരളത്തിൽ ഒരുപാട് തവണ 78-ലും 2009-ലും. മികച്ച തിരക്കഥക്ക് കേരള സംസ്ഥാന പുരസ്കാരം 78-ല് ബന്ധനത്തിന്, 2009-ൽ കേരള വർമ്മ പഴശ്ശിരാജക്ക്. പിന്നെ 2011-ൽ എഴുത്തച്ഛൻ പുരസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം നോക്കുക. 73-ൽ ദേശീയ പുരസ്കാരം മികച്ച ചിത്രത്തിന്, ഓക്കെ, നിർമാല്യം. 78-ൽ മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം, 78-ല് ബന്ധനം. അതേ ചിത്രത്തിൽ തന്നെ എന്ത് ലഭിച്ചിട്ടുണ്ട്? മികച്ച തിരക്കഥക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മികച്ച തിരക്കഥക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ, 90-ൽ വടക്കൻ വീരഗാഥ, 92-ൽ കടവ്, 93-ൽ സതയം, 95-ൽ പരിണയം. അതുപോലെ മികച്ച ചലച്ചിത്രത്തിന് വീണ്ടും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് 91-ൽ കടവ്. ഓക്കെ, 78-ൽ ബന്ധനത്തിന് ശേഷം 91-ൽ കടവ്. പിന്നെ മികച്ച തിരക്കഥക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 78-ല് ബന്ധനത്തിന് മികച്ച ചിത്രത്തിനും മികച്ച തിരക്കഥക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2009-ല് കേരള വർമ്മ പഴശ്ശിരാജ. അതൊക്കെ PYQ ആണ്, അല്ലെ. കേരള വർമ്മ പഴശ്ശിരാജ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. ഓക്കെ, പിന്നെ JC ഡാനിയൽ പുരസ്കാരം 2013. ഓക്കെ, മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾക്കുള്ള നാലപ്പാടൻ അവാർഡ് 2014 ലഭിച്ചിട്ടുണ്ട്. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം 95. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ പുതുതായിട്ട് പറഞ്ഞ പോയിന്റ് JC ഡാനിയൽ പുരസ്കാരം 2013. JC ഡാനിയൽ പുരസ്കാരം 2013. പിന്നെ അദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട നോവലുകളാണ് 4 കെട്ട് 58, പാതിരാവും പകൽ വെളിച്ചവും നോവലാണ് 59, അറബിപ്പൊന്ന്. ഇത് ചോദിച്ചിട്ടുണ്ട്. NP മുഹമ്മദുമായി ചേർന്ന് എഴുതിയതാണ് അറബിപ്പൊന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആദ്യ നോവലാണ് 4 കെട്ട്. പിന്നെ NP മുഹമ്മദുമായി ചേർന്ന് എഴുതിയതാണ് 1960-ലെ അറബിപ്പൊന്ന്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, രണ്ടാം ഊഴം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഞ്ഞ്, രണ്ടാം ഊഴം, വിലാപയാത്ര, ഇതൊക്കെ PYQ ആണ്. വാരണാസി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, പറ്റുന്ന വർഷങ്ങൾ കാണാപ്പടം പഠിക്കുക. അപ്പോൾ 4 കെട്ട് 58-ലാണ് ആദ്യ നോവല്. പിന്നെ അസുരവിത്ത്, മഞ്ഞ്, കാലം, പിന്നെ വിലാപയാത്ര, രണ്ടാം ഊഴം, വാരണാസി. ഓക്കെ, 2002 വാരണാസി. പിന്നെ അദ്ദേഹത്തിന്റെ കഥകളാണ് ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയേട്ടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ദാറെസ്സലാം, രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ഷെർലക്ക്, ഓപ്പോൾ, നിന്റെ ഓർമ്മക്ക്, വിത്തുകൾ, കർക്കിടകം, വിൽപ്പന, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, പെരുമഴയുടെ പിറ്റെന്ന്, കൽപ്പാന്തം, കാഴ്ച, ശിലാലിഖിതം, കുപ്പായം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഇതെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മക്ക്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിന്റെ ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളാണ്. നിർമാല്യം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രസിഡന്റ് സ്വർണ്ണ പതക്കം ലഭിച്ചു എന്നല്ല, അല്ലെ. പിന്നെ മോഹിനിയാട്ടം, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി, തകഴി എന്നൊക്കെ പറയുന്നത്. തിരക്കഥകളാണ് ഓളവും തീരവും, മുറപ്പെണ്ണ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ,
നഗരമേനന്തി, അസുരവിത്ത്, പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, ഇടവഴിയിലൂടെ പൂച്ച, മിണ്ടാപ്പൂച്ച, എവിടെയോ ഒരു ശത്രു, വെള്ളം, പഞ്ചാഗ്നി, നഖശതങ്ങൾ, അമൃതംഗമയ, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, ഋതുഭേദം, വൈശാലി ഇമ്പോർട്ടൻ്റ് ആണ്, സതയം, ഒരു വടക്കൻ വീരഗാഥ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ പെരുന്തച്ഛൻ ഇമ്പോർട്ടൻ്റ് ആണ്, താഴ്വാരം, സുഹൃതം, പരിണയം, ഒരു സ്വന്തം ചാനിക്കുട്ടി, ഓക്കെ, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന ചെറുകഥയെ ആശ്രയിച്ചാണ് എന്ന് സ്വന്തം ചാനിക്കുട്ടി, തീർത്ഥാടനം, വാനപ്രസ്ഥം എന്ന ചെറുകഥയെ ആശ്രയിച്ചാണ്, പിന്നെ പഴശ്ശിരാജ ഒരു ചെറുകുഞ്ചിരി. അപ്പോൾ ഈ പഴശ്ശിരാജയും വടക്കൻ വീരഗാഥയും പെരുന്തച്ഛനും ഇരുട്ടിന്റെ ആത്മാവും അസുരവിത്ത് ഓളവും തീരവും മുറപ്പെണ്ണ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. വൈശാലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് MT വാസുദേവൻ നായരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ അവാർഡുകളും സാഹിത്യ രചനകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ മൻമോഹൻ സിംഗ് അടുത്തിടെയാണ് അന്തരിച്ചത്, ഡിസംബർ 26-ന്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.